ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഓൾ ഇന്ത്യ സോളോ റൈഡ് ഇന്ന് വീട്ടിൽ നിന്ന് ആരംഭിക്കുകയാണ്. ഈ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി ശ്രീ അഡ്വക്കേറ്റ് കെ രാജൻ അവറുകളാണ് നിർവഹിക്കുന്നത്. ഈ പരിപാടിയിലേക്ക് പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ശ്രീ പി രവീന്ദ്രൻ, പുല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് ശ്രീ KV ചന്ദ്രൻ, പാണഞ്ചേരി പഞ്ചായത്ത് വാർഡ് മെമ്പർ ശ്രീമതി ആനി ജോയി, പട്ടിക്കാട് പോലീസ് സ്റ്റേഷനിലെ SHO ശ്രീ രതീഷ് സർ തുടങ്ങിയവരും ബന്ധുമിത്രാദികളും സാമൂഹിക രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ അനുഗ്രഹ ആശീർവാദത്തോടെ പട്ടിക്കാട് പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ നിന്ന് യാത്ര ആരംഭിച്ചു. പട്ടിക്കാട് നാളെ 90 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രസിഡന്റിന്റെ അനുഭവങ്ങൾ ബോധ്യപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യ എന്നൊരു ചിത്രം കൂടി ബോധ്യപ്പെടാൻ കഴിയുന്നൊരു യാത്രയായിരിക്കും. വളരെ നിർണായകവും അത്യന്തം ആപൽക്കരവുമായിട്ടുള്ള ഇന്ത്യൻ യാത്രക്കിടയിൽ സമാഹരിക്കാൻ പോകുന്നത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആപൽക്കരം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് യാത്രയുടെ വഴികളോ യാത്രയ്ക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന റൂട്ടുമല്ല. ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചു വരുമ്പോൾ ഇന്നിവിടെ കൂടിയിട്ടുള്ള ആളുകളെക്കാൾ നല്ല ഒരു വരവേൽപ്പ് നൽകാൻ നമുക്ക് സാധിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അഡ്വഞ്ചർ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം ചെയ്തതിനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട MLAയും സംസ്ഥാനത്തിൻ്റെ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള നമ്മുടെ ഏതാവശ്യത്തിനും ഓടിയെത്തുന്ന അഡ്വക്കേറ്റ് രാജനെ ആദരവോടെ ക്ഷണിച്ചു. നമ്മൾ പാണഞ്ചേരിക്കാരെ മുഴുവൻ ആവേശം കൊള്ളിക്കുന്ന ഒരു അനുഭവമാണ്. യാത്ര അത്യുജ്വലമാകട്ടെ. പാണഞ്ചേരിയുടെ പേരുകൂടി പട്ടിക്കാടിൻ്റെ പേരുകൂടി 20 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന യാത്രയിൽ എല്ലായിടത്തും ഉണ്ടാകട്ടെ. ഈ യാത്ര ആരംഭിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇടപെടാനുള്ള ഒരുപാട് സാധ്യതകൾ വന്ന് കയറുകയാണ്. ഇനിയാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഇടപെടാനുള്ള സാധ്യത. പ്രസിദ്ധ ചെന്ന് നിൽക്കുന്ന ഓരോ ദിവസവും ഓരോ സ്ഥലവും ചിലപ്പോൾ ഒരു പരിചയക്കാരൻ നമുക്കുണ്ടാകും, ഒരു ബന്ധു നമുക്കുണ്ടാകും, ഒരു സുഹൃത്ത് നമുക്കുണ്ടാകും. അകലങ്ങളിലിരുന്ന് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ഫേസ്ബുക്ക് ഫ്രണ്ടെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. അവനോട് പറയണം, ഞങ്ങളുടെ ഒരു നാട്ടുകാരൻ ഇന്ന നമ്പറിൽ ഇതാ നിങ്ങളുടെ നാടിൻ്റെ തൊട്ടടുത്ത് നിങ്ങൾക്ക് ശ്വസിക്കാവുന്ന സ്വാതന്ത്ര്യത്തിലുണ്ട്, അദ്ദേഹത്തെ കാണണം എന്ന് പറയണം. അതുകൂടി നിർവഹിക്കലാണ് നമ്മുടെ ചുമതല. അപ്പോൾ യാത്രയിൽ അതോടുകൂടി നമ്മളും ഇവിടെ തുടക്കം കുറിക്കാൻ വേണ്ടി പോകും. ഇത് വളരെ ഡീറ്റെയിലായി അതിനെക്കുറിച്ച് ഇപ്പോൾ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. രാജസ്ഥാനിലാണ് അവസാനത്തെ ഇതിനിടയിൽ ഒരു 10 ദിവസം തങ്ങാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഓരോ നാടിൻ്റെയും കാലാവസ്ഥകളെക്കുറിച്ച് കൂടി നല്ലതുപോലെ ധാരണയുണ്ടാക്കി ഇവിടെ നിന്ന് ആരംഭിച്ച് ഇന്ത്യയുടെ വിവിധങ്ങളായ സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്ത് ലഡാക്ക് ഉൾപ്പെടെ ജമ്മു കാശ്മീരിൻ്റെ അറ്റത്തു നിന്ന് പിന്നെ ഡൽഹിയിലേക്ക് തിരിച്ചെത്തി രാജസ്ഥാനിലേക്ക് പ്രവേശിച്ച് 10 ദിവസത്തെ അവിടുത്തെ യാത്ര വീണ്ടും തമിഴ്നാട്ടിലൂടെ കേരളത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി കഴിയുന്ന വിധത്തിൽ ഇന്ത്യയുടെ വൈവിധ്യമാർന്ന സംസ്കാരങ്ങളെയും വൈവിധ്യമാർന്നിട്ടുള്ള നിറങ്ങളെയും വൈവിധ്യമാർന്നിട്ടുള്ള ഭാഷകളെയും വൈവിധ്യമാർന്നിട്ടുള്ള ജീവിത രീതികളെയും തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള എന്നെ സംബന്ധിച്ച് ഒരു അഡ്വഞ്ചർ ട്രിപ്പ് പോകാമെന്നുള്ളത് അറിയിച്ചപ്പോൾ ഇതൊരു സർപ്രൈസായിരുന്നു. പ്രസിഡന്റ് മുമ്പ് വരെ യാത്ര നടത്തിയിട്ടുണ്ട്, ഇനി യാത്ര നടത്താൻ ഉദ്ദേശമുണ്ട്. വടക്കേ ഇന്ത്യ നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗത്തും കറങ്ങുന്നതിനാണ് ഉദ്ദേശിക്കുന്നത്. അത് ഒരു പ്രത്യേക ചിന്താഗതിക്കാരുടെ നടത്താനുള്ള
പോവുകയാണ്. വീട്ടിൽ നിന്ന് ഒരാഴ്ച മാറി നിൽക്കാൻ വീട്ടുകാർക്കും സമ്മതം ഉണ്ടാവില്ല. ഇതെല്ലാം ഒത്തു വന്ന 3 ആൺമക്കളും അനുഗ്രഹിക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രസിഡന്റിനെ നല്ലൊരു യാത്ര നടത്തി ഇന്ത്യ എന്താണെന്ന് അറിഞ്ഞ് ജനങ്ങളെ സ്നേഹിക്കാനും ആളുകളെ അറിയാനും ഒക്കെ ആയിട്ട് ഉള്ളൊരു ക്യാമ്പയിൻ പോലെയാണ് ഈ യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. ബുള്ളറ്റിൽ ഉപദേശം കൊടുക്കേണ്ട കാര്യമില്ല. ദീർഘയാത്ര ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് പ്രത്യേക സുഹൃത്തുക്കളിൽ നിന്നൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. കുറച്ച് മുന്നോട്ട് ബാക്കിലേക്ക് വന്നോട്ടെ എല്ലാവരും.